അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അനലോഗും ഡിജിറ്റലും എന്താണെന്ന് വളരെ ലളിതമായിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഈ വീഡിയോ മുതൽ ഡിജിറ്റൽ ഓഡിയോ ക്വാളിറ്റി പറ്റി ആണ് പറയാൻ പോകുന്നത്. പിന്തൊട്ടതായിരിക്കും ടോപ്പിക്സ്. ഡിജിറ്റൽ ഓഡിയോയുടെ ക്വാളിറ്റി പല കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ മെയിനായിട്ടുള്ള അതിൽ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലേ ചെയ്യുന്ന ഓഡിയോ ഫയലാണ്. കാരണം ആ ഫയലാണ് പിന്നീട് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഈ ഓഡിയോ ഫയലിലുള്ള രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളെന്ന് പറയുന്നത് ആ ഓഡിയോയുടെ സാമ്പിൾ റേറ്റും സാമ്പിൾ ഫോർമാറ്റുമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ എന്താണ് സാമ്പിൾ റേറ്റ് അതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ സാമ്പിൾ റേറ്റിനെ പറ്റിയിട്ട് വളരെ ലൈറ്റായിട്ടായിരിക്കും വിവരിക്കുന്നത്. കാരണം ഇത് കേൾക്കുന്ന ഒരു തുടക്കക്കാരന്, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ടേംസിനെ പറ്റിയിട്ടൊന്നും അറിയാൻ പാടില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാകണം എന്നുള്ളൊരു രീതിയിലായിരിക്കും ഞാൻ ഇതിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സാമ്പിൾ റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ ആദ്യം തന്നെ ഓഡിയോ സാമ്പിളിംഗ് എന്താണെന്ന് അറിയണം. അതിന് മുഴുവനായി പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പാടാണ്. കാരണം സാമ്പിളിംഗ് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒന്ന് ചുരുക്കി പറയാം. അപ്പോൾ എക്സാക്ട്ലി ഈ പ്രോസസ് അല്ല അവിടെ നടക്കുന്നത്, എങ്കിലും നിങ്ങൾക്കൊരു ഔട്ട്ലുക്ക് കൂട്ടാൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് പറയുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു അനലോഗ് വേവ്, അനലോഗ് വേവ് എടുക്കുക. അത് ഇങ്ങനെയാണ് ഒരു അനലോഗ് വേവ് ഇരിക്കുന്നത്. ഈ കാണുന്ന ഒരു പർട്ടിക്കുലർ ഷേപ്പിലുള്ള ഒരു അനലോഗ് വേവ്. അപ്പോൾ ഇതിനെ നമുക്ക് ഡിജിറ്റലാക്കി കൺവേർട്ട് ചെയ്യണം, ഡിജിറ്റലിലേക്ക് മാറ്റണം. അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അനലോഗ് വേവിനെ ഓരോ ചെറിയ 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 സാമ്പിൾസ് ആക്കി മാറ്റും. അപ്പോൾ ഈ സാമ്പിൾസ് ആക്കി ഇതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതാണ് ആക്ച്വലി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ അനലോഗ് വേവിനെ ഒരു 7 സാമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്താൽ ഇതുപോലിരിക്കും. അപ്പോൾ ഈ 7 സാമ്പിൾ വെച്ച് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ആദ്യം കണ്ട അനലോഗുമായിട്ട് ഇതിന് സാമ്യം ഇല്ലാത്ത പോലെയാണ് ഇരിക്കുന്നതെന്ന് ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. കാരണം ഇത് 7 എണ്ണം വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്തോ ആ ഒരു അനലോഗ് വേവിൻ്റെ ഒരു ചെറിയൊരു ഇത്രയുള്ളൂ വരുന്നുള്ളൂ. പക്ഷേ എക്സാക്റ്റ് അങ്ങനെയല്ല ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചുകൂടെ സാമ്പിൾസ് കൂട്ടും. അപ്പോൾ കുറച്ചുകൂടെ സാമ്പിൾസ് കൂട്ടി റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ കിട്ടും. ഇത് ഏകദേശം അനലോഗിൻ്റെ അതുമായിട്ട് സാമ്യം വന്നിട്ടുണ്ട്. അപ്പോൾ എന്നാലൊരു പെർഫെക്ഷൻ, ആ മേളിലത്തെ ടോപ്പിലുള്ള ഇവിടെ ഒന്നും പെർഫെക്ഷൻ ഇല്ല. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ സാമ്പിൾസ് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ കിട്ടുന്നു. ഇത് ആക്ച്വലി ആ ഒരു അനലോഗ് വേവിൻ്റെ എന്താ പറയുക, എക്സാക്റ്റ് ആ ഒരു അനലോഗ് വേവ് പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ സാമ്യം ഈ ഒരു ഇതിനാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്കൊരു ഡിജിറ്റൽ ഫോട്ടോയുടെ മെഗാ പിക്സൽ കൂട്ടുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ ഇങ്ങനൊരു ഫോട്ടോയിന് ഒരു ചെറിയ മെഗാ പിക്സലിൽ കാണുന്ന പോലെ ആയിരിക്കുമല്ലോ കൂടുതലായിട്ട് കാണുമ്പോഴത്തേക്കും. അതായത് നമ്മൾ പഴയ 480p നിന്ന് 1080pയിലേക്ക് മാറുമ്പോഴത്തേക്കും എന്താണ് നടക്കുന്നത്, അത് തന്നെയാണ് ഇവിടെ സാമ്പിളിങ്ങിൽ നടക്കുന്നത്. അപ്പോൾ അനലോഗ് ഓഡിയോ ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സാമ്പിൾസിൻ്റെ എണ്ണം കൂടുന്തോറും ഇതിൻ്റെ വ്യക്തതയും ക്ലാരിറ്റിയും കൂടി വരും. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിജിറ്റൽ ഓഡിയോ ഒരു സെക്കൻഡിൽ എത്ര സാമ്പിൾസ് ഉപയോഗിക്കുന്നു എന്നതിൻ്റെ കണക്കിനെയാണ് സാമ്പിൾ റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെ ഹെഡ്സിലാണ് സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് കണക്കെടുക്കുന്നത് അത് നമ്മളുടെ, അതായത് മനുഷ്യൻ്റെ കേൾവി ശക്തിനെ ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ മനുഷ്യന് കേൾക്കാൻ പറ്റുന്നത് 20 ഹെഡ്സ് തൊട്ട് 20 കിലോ ഹെഡ്സ് വരെയുള്ള ശബ്ദങ്ങളാണ്. ചെറിയ പ്രായത്തിലുള്ള പിള്ളേർക്ക് ഒരു 22-23 കിലോ ഹെഡ്സ് വരെയൊക്കെ കേൾക്കാൻ പറ്റും എന്ന് പറയപ്പെടുന്നു. അപ്പോൾ 20 കിലോ ഹെഡ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ അതിൻ്റെ ഡബിൾ സാമ്പിൾ റേറ്റ് നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ അതൊരു തിയറം ബേസ് ചെയ്ത് പറയുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 20 കിലോ ഹെഡ്സ് വരെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യണം, അതിൻ്റെ ഡബിൾ വെച്ചിട്ട് വേണം സാമ്പിൾ ചെയ്യാനായിട്ട്. നമുക്ക് കേൾക്കാൻ പറ്റുന്ന 20 കിലോ ഹെഡ്സ് ആണ്. അപ്പോൾ നമ്മൾ സാമ്പിൾ ചെയ്യുമ്പോഴത്തേക്കും 40 കിലോ ഹെഡ്സ്, അതായത് ഡബിൾ വെച്ചിട്ട് സാമ്പിൾ ചെയ്യണം. പക്ഷെ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് 44.1 കിലോ ഹെഡ്സ് എന്നാണ് പറയാറുള്ളത്. എന്ന് വെച്ചാൽ അതൊരു കണക്ക് ബേസ് ചെയ്ത് വരുന്നൊരു കാര്യമാണ്. അതും ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ സിംപ്ലി ഇതൊരു തിയറം ബേസ് ചെയ്തിട്ടാണ്. നിങ്ക്വിസ്റ്റ് ഷാനോൺ തിയറം എന്ന് പറയും. പേര് കേട്ടിട്ടാരും ഞെട്ടണ്ട. ഇത് ഈ പറഞ്ഞ ഇരട്ടി എടുക്കണം എന്ന് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് ഇരട്ടി എടുക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പാട്ട് തന്നെ എടുക്കുക. പാട്ടിൽ 20 കിലോ ഹെർട്സിൽ വരെയുള്ള ഇൻസ്ട്രുമെന്റ്സ് മാത്രമല്ല, അതിന് മേലേക്ക് പോകുന്ന ഫ്രീക്വൻസീസ് വരുന്ന ഇൻസ്ട്രുമെന്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫ്ലൂട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ അത് 20 കിലോ ഹെർട്സ് വരെ മാത്രമല്ല, അതിന് മേലേക്കുള്ള ഫ്രീക്വൻസീസ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനെ കേൾക്കാൻ പറ്റണം. അപ്പോൾ നമുക്ക് 20 കിലോ ഹെർട്സ് വരെ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 20 കിലോ ഹെർട്സിലേക്ക് ഈ 20 മേലെയുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് മേലിലേക്ക് സാമ്പിൾ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ അതിന് അങ്ങനെ ഡബിൾ ചെയ്ത് നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, 20 കിലോ ഹെർട്സിന് മേലെ വരുന്ന ഫ്രീക്വൻസീസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കൊരു എലിയാസിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എഫക്റ്റ് വരും. അപ്പോൾ ഈ എലിയാസിങ് അതൊരു ടൈപ്പ് നോയ്സ് ആണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡബിൾ എടുക്കുന്നത്.
അപ്പോൾ ഇത് പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇത് ഇത്രേ ഉള്ളൂ. ഒരു ഡിസ്റ്റോർഷൻസ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, അതായത് ഈ ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ ഈ എലിയാസിങ് എഫക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡബിൾ സാമ്പിൾ റേറ്റ് എടുക്കുന്നത്. നമുക്ക് 20 kHz ആണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ട സൗണ്ട് എന്നുണ്ടെങ്കിൽ 40 kHz അതായത് 44.1 kHz നമ്മളതിനെ സാമ്പിൾ ചെയ്യണം എന്ന് പറയുന്നത് ഈ എലിയാസിങ് അല്ലെങ്കിൽ ഈ ഡിസ്റ്റോർഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത്രയും മാത്രം വെക്കുക. ഇതിൻ്റെ ബാക്കി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കില്ലെങ്കിൽ ഇത്രയും മാത്രം ഓർത്ത് വെക്കുക. അപ്പോൾ ഒരു ലിസണർ, അതായത് മനുഷ്യന് കേൾക്കാനായിട്ട് 44.1 kHz അതിന് മേലേക്ക് വരുന്ന സാമ്പിൾ റേറ്റ് നമുക്ക് കേൾക്കാൻ പറ്റില്ല. അതിന് താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റിയും കുറയും. പക്ഷേ ഇതിന് മേലെ വരുന്ന സാമ്പിൾ റേറ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ സിനിമയിൽ സൗണ്ട് ട്രാക്കുകളൊക്കെ 48 kHz സാമ്പിൾ ചെയ്തെടുക്കുന്നത്. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയുടെ സൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ഡൈനാമിക്കാണ്. അപ്പോൾ അത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ചിലപ്പോൾ ഡയലോഗും ഒന്നും ഉണ്ടാകില്ല, ചെറിയൊരു ഫീബിളായിട്ടുള്ളൊരു സൗണ്ട് ആയിരിക്കും പോകുന്നത്. പെട്ടെന്നായിരിക്കും ഭയങ്കര ഒരു വലിയ ഫ്രീക്വൻസീസിലേക്ക് അതങ്ങനെ പോകുന്നത്. അപ്പോൾ ഈ ജസ്റ്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രമല്ല, ഓൾമോസ്റ്റ് ചുറ്റുമുള്ള എല്ലാ ശബ്ദങ്ങളും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കുന്നതുകൊണ്ടിട്ടാണ് ഈ 48 kHz ഇത് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റുഡിയോയിൽ ഈ റെക്കോർഡിങ്, എഡിറ്റിങ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് 96 kHz 192 kHz ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തിനാണിതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിസൈസ് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നല്ല റെസൊല്യൂഷൻ, ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക, അതിൻ്റെ മാക്സിമം ക്വാളിറ്റി നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഏറ്റവും എന്താ പറയുക കൂടിയൊരു മെഗാ പിക്സൽ വെച്ചിട്ടല്ലേ നമ്മൾ എഡിറ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആൾക്കാർ ചോദിക്കില്ല, ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ കൊടുക്കുമ്പോഴത്തേക്കൊരു ഫയലായിട്ട് അയച്ചാന്നൊക്കെ പറയൂല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഓഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പരമാവധി പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മാക്സിമം 96 kHz 192 kHz ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. കാരണം ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഡീറ്റെയിൽസ് നമുക്ക് പോകാറുണ്ട്. ഇപ്പോൾ നമുക്ക് ചില ഫ്രീക്വൻസീസ് കളയേണ്ടി വരും. ഇപ്പോൾ ഒരാളുടെ ശബ്ദത്തിൽ നിന്ന് അയാളുടെ ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങൾ നമുക്ക് എടുത്ത് കളയേണ്ടതെന്ന് വെച്ചാൽ കുറേ ഡീറ്റെയിൽസും ഡേറ്റയൊക്കെ പോകും. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം ക്വാളിറ്റിയിൽ 92 kHz അല്ലെങ്കിൽ 192 kHz സ്റ്റുഡിയോയിൽ എഡിറ്റിങ്ങിനും ഈ റെക്കോർഡിംഗ് പർപ്പസിനും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാമ്പിൾ റേറ്റിനെ പറ്റി പറയാനുള്ളത്. ഇത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോയേക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് താഴത്ത് കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ അടുത്തതിൽ നമുക്ക് ഈ ബിറ്റ് ഡെപ്ത് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അപ്പോൾ അതിനെ പറ്റിയിട്ട് സംസാരിക്കാം.